ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നേരെ ഇത്ര വൈകിയത്. ഒരു 5-8 ദിവസമായിട്ടായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിത് ടൗണിലേക്ക് പോകുന്നതാണ്, മട്ടന്നൂർ. നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, പാർട്ടീൻ്റെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടൗണിൽ. അതുകൊണ്ട് നമ്മൾ പാലോട്ട് വഴി തൊട്ടിട്ട് ബ്ലോക്കാണ്. ഇങ്ങനെ മെല്ലെ 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 ഇരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് പോകുന്നുണ്ടേനും. പിന്നെ ആണെങ്കിൽ മുന്നിൽ വലിയ മരമൊക്കെ കൊണ്ടുവന്ന ലോറിയൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പേടിച്ചിട്ട് വേറെ അവിടുന്ന് മാറിയിനേനും. പക്ഷെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം നമ്മൾ പോയി എത്തിയത് വേറൊരു മരത്തിൻ്റെ ലോറിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു ഷോപ്പൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, മട്ടന്നൂർ കാർണിവൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ കാർണിവൽ പരിപാടിക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പണി കിട്ടിയിട്ടുണ്ടേനും. പിന്നെ അതുമാത്രമല്ല, നമ്മളെ കാർണിവലുള്ള ഭാഗം മുൻഭാഗത്തൂടെ പോവാതെ നമ്മൾ ബാക്ക് ഭാഗത്തൂട്ടിയാണ് പോയത്. അപ്പോൾ ഈ ഡിസംബർ 8-ന് ഈ കാർണിവൽ കഴിയുന്നതായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുട്ടികൾക്കുള്ളതും അധികമുള്ളത് കുട്ടികൾക്കുള്ള സംഭവമാണ്. പിന്നെ ആകാശത്തൊട്ടിലുണ്ട്, പിന്നെന്താ വലിയ തോണി, ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വലിയാക്ക് എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാറിൻ്റെ ഒരു ഇതില്ലേ, ഒരു ഇങ്ങനെ കറങ്ങി വരുന്ന ഈ ഒരു സംഭവം വലിയാക്കുള്ള തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഗെയിമെല്ലാം കുട്ടികൾക്കുള്ളതാ. കണ്ടോ, ഈ ഒരു ഗെയിമൊക്കെ നല്ല കുട്ടികൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പോൾ എന്താ ഈ ഒരു ഗെയിം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ട്രെയിനിൽ കയറേണ്ടിയിട്ട് കുറേ നോക്കി. അപ്പോൾ ആയിഷ് പറഞ്ഞു കയറാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയതേനു. അവിടെ എത്തിയപ്പോൾ പറയാം ഇവിടെ വേണ്ട, വേറെ എന്തിലെങ്കിലും കയറാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമ്മളെയും കൂടി നടത്തിച്ചിട്ട് വേറൊരു സംഭവത്തിൽ വേറൊരു ഗെയിമിലേക്ക് പോയി. നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ പറയാം വേണ്ട, മറ്റേ ഗെയിമിൽ തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറേ കറക്കിച്ചു. എന്നിട്ട് ഞങ്ങളൊന്നിലും കയറിയില്ല. അതാണ് സംഭവം. ഇതാ കണ്ടോ, ഈ തോണിയിലൊക്കെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി, പിന്നെ കുറച്ച് ആൾക്കാരെ കയറിയത്. ഈ ഒരു സാധനമൊക്കെ വലിയാക്കുള്ള തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളതെല്ലാം കുട്ടികൾക്കുള്ള ഗെയിംസും കാര്യങ്ങളാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. രാത്രി പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പകൽ പോയാൽ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല. ആകാശത്തൊട്ടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രിയാണ് കാണാൻ രസം. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ അങ്ങനെ കയറുന്നില്ല, 2-3 ആൾക്കാരെ അങ്ങനെ കയറുള്ളൂ. ഇതാ കണ്ടോ, ആകാശത്തൊട്ടിൽ കറങ്ങുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. എന്ത് രസമാണെന്നോ, ഇതിലത്തെ ഇങ്ങനെ താഴേന്ന് കണ്ടിരിക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലുള്ള അവസ്ഥ എൻ്റെ പൊന്നോ, ഞാൻ പണ്ട് ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. പുറത്തുനിന്ന് കാണാൻ എന്തൊരു രസമാണെന്നോ. പിന്നെ അതാ ഈ ഒരു തുള്ളുന്ന ഹിൽത്ത് ഞാൻ ആശുവിനെ കയറ്റാൻ നോക്കി. അവൾ രണ്ടിലും കയറാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയെന്ന്. പിന്നെ ഒന്നിലും കയറിയിട്ടില്ല. രണ്ടാളും പേടിച്ചിട്ട് വേണ്ട എന്നും പറഞ്ഞിട്ട് നിൽക്കുക ചെയ്തത്. പിന്നെ എന്താ ആകാശത്തൊട്ടിലിൻ്റെ സംഭവം പറയുകയാണെങ്കിൽ, എന്നിട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ ഞാൻ കയറിയിട്ട് മേലോട്ടേക്ക് പോകുമ്പോൾ നല്ല രസമുണ്ട്. അത് താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴാണ് എൻ്റെ പൊന്നോ കാലും കൈയും വിറച്ചിട്ട് എന്തൊക്കെയോ ആകുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് കാണാൻ എന്തൊരു ക്യൂട്ടാണ്. ഈ ആകാശത്തൊട്ടിൽ എത്ര വലിയതായാലും കാണാൻ എന്തോ രസമാണ്. നല്ല അലങ്കരിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നിലും കയറാനൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഒന്ന് കയറാനൊന്നുമില്ല, നല്ല കണ്ടൊക്കെ ആസ്വദിക്കാമല്ലോ, അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ആയിഷുവിനോട് അതിൽ കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ പറയാം വേണ്ട, മറ്റേലത്ത് കയറിയാൽ മതി. അങ്ങനെ 2-3 എണ്ണത്തിൽ കാണിച്ചു തന്നിട്ട് നമ്മളെ നട്ടം തിരിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മളിങ്ങനെ ആസ്വദിച്ചു. പിന്നെ അസ്ലിയാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഇറങ്ങുന്നുമില്ല, എന്നാലല്ലേ അവൾ കയറൽ, ഒന്നും ഇറങ്ങുന്നില്ല. പിന്നെ നമ്മളിതാ ഇങ്ങനെ പോകുന്നുണ്ട്, ആ തുള്ളുന്ന സംഭവത്തിൽ കയറാമെന്നും പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പറയാം വേണ്ട.
അങ്ങനെ നമ്മളിതാ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. കുറേ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണാം. പിന്നെ അതുകൂടാതെ ഫുഡ് കൗണ്ടറൊക്കെ കുറേ ഉണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളും. പിന്നെ ഗെയിംസ്, അതായത് വലിയ വലിയ ആൾക്കുള്ള പിന്നെ ഓരോ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ഈ ഓരോ സാധനങ്ങൾ മേലെ വീപ്പിച്ചാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് കുട്ടികളെ കളിക്കുന്ന കളിപ്പാട്ടമൊക്കെ ഉള്ളുണ്ട്. പിന്നെ നമ്മളിതാ പഞ്ഞിമിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ഞിമിഠായി ഉണ്ടാക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. റിയാസ്ക്ക് എന്നോട് ചോദിക്കുക, ഇതെങ്ങനെയാണ് പഞ്ചസാരനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ എന്താ പറയുക, എന്തോ ഒരു രസമാണ് അത് കണ്ടിരിക്കാൻ. പക്ഷെ അവർ ഉണ്ടാക്കുന്നവരെ മാനസികാവസ്ഥ അറിയില്ല, പക്ഷേ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതാ കുറേ കോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പഞ്ഞിമിഠായി വാങ്ങിയിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നോർമലൊരു വണ്ണത്തിലാണ് കിട്ടുക, നല്ല വലുപ്പത്തിലാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ടേനു. ആവശ്യം 2 എണ്ണം കടിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മൾ മുക്കാൽ ഭാഗം തീർത്തിട്ടുണ്ടേനു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് പഴയകാല മിഠായി ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ അങ്ങ് പോയി. പഴയകാല മിഠായി ആർക്കാണ് ഇഷ്ടമില്ലാത്തല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പഴയകാല മിഠായി നോക്കാൻ പോയി. ഒരു 8-9 വെറൈറ്റി ഉണ്ട്. അത് തന്നെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു 3 വെറൈറ്റി എടുത്തിട്ടുള്ളൂ. അങ്ങനെ കൂടുതൽ ഞങ്ങൾക്ക് എന്തോ ഒരു തിന്നാനൊരു മൂഡില്ലാത്തതുകൊണ്ട് ഒരു 3 വെറൈറ്റി കണ്ടപ്പോൾ ഇങ്ങെടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഐസ്ക്രീം വാനില ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയത് വാനില സ്ട്രോബെറി മിക്സാണ്. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, ഐഷുവിനും അനിയത്തിക്കും വാനില സ്ട്രോബെറി മിക്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാനിപൂരി ഒരു ആവറേജ് ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റില്ല ടേസ്റ്റില്ല, പക്ഷേ തീരെ ടേസ്റ്റ് ഇല്ല എന്നും പറയാൻ പറ്റൂല. കുഴപ്പമില്ലാത്തൊരു പാനിപൂരി ഓക്കെ ആണ്, കുഴപ്പമില്ല. അങ്ങനെ തിന്നാൻ പറ്റാത്തന്നല്ല, കുഴപ്പമില്ലാത്തൊരു പാനിപൂരി. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളെന്താ കുറച്ചും കൂടി ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇതാ കണ്ടോ, അതിൽ ഐസ്ക്രീമും തിന്ന് പാനിപൂരിയും തിന്നിട്ട് മുഖത്ത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, കുറേ ഉണ്ടായിരുന്നു, ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഗെയിംസിലും കാര്യങ്ങളിലൊന്നും കാര്യമില്ല, പക്ഷെ അതിലൊന്നും നമുക്കൊരു വിഷമം ഇല്ല. കാരണം വെച്ചാൽ എന്താണെന്നറിയില്ല, ഗെയിംസിനേക്കാളും കൂടുതൽ നമുക്കിങ്ങനെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യത്തെ തിരക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.